Hello everyone, welcome back to another episode of MSA Malayalam. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് DaVinci Resolve വെർഷൻ 17 എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, ലൈഫ് ടൈം യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ ഒരു ക്രാക്ക് വീഡിയോ ആണ്, ഇതാരും കാണരുത്. ഇത് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ഹാക്കാകും, കത്തും, തീ കത്തും, അങ്ങനെയുള്ള കമൻസ് ഒക്കെ ഇടാനാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ ആഗ്രഹമില്ലെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ റീപ്ലേസ് ചെയ്യാണ്. സോ അതിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ സംഭവം എന്നുള്ള കാര്യവും ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ അവസാനം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഗൈസ്, അതിനുവേണ്ടി നിങ്ങൾ MSA മൂഡ്സ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ലിങ്കിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ എവിടെ വെച്ച് അടിക്കുക. അപ്പോൾ ഇതേപോലെ ഒരു സൈറ്റ് ഓപ്പൺ ആയി വരും, ഒരു ബ്ലോഗ് സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം DaVinci Resolve 17 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ്, ഒരു ടൈറ്റിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ബട്ടൺ വരുന്നതാണ്. ആ ഡൗൺലോഡ് ബട്ടൺ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇല്ല, കാരണം അതിൻ്റെ പണിപ്പുരയിലാണെന്നാണ് ഞാൻ കേട്ടത്. സോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും തന്നെ അത് കിട്ടുന്നതായിരിക്കും. സോ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ഡൗൺലോഡ് ബട്ടൺ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ദിസ് PC ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ. എൻ്റെ ഇവിടെ ഡൗൺലോഡിലല്ല ഉള്ളത്, നിങ്ങൾക്ക് ഡൗൺലോഡിലായിരിക്കും മിക്കവാറുള്ളത്. അപ്പോൾ ഇവിടെ ആ ഫോൾഡർ ഇതേപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാൾ ആയതിന് ശേഷം നിങ്ങൾക്ക് പ്രോഗ്രാം ഫയൽസിൽ പോയിട്ടൊരു സംഭവം എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് സംഭവം. നമ്മളെ ആപ്ലിക്കേഷൻ ഉള്ളത് ഈ മേലുള്ള ഈ ഫോൾഡറിലാണ് ഉള്ളത്. ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. ഇതാ റിസോൾവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ. ഇതൊന്ന് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഡെസ്ക് ടോപ്പിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ ഇതൊന്ന് ജസ്റ്റ് ഡെസ്ക് ടോപ്പിലേക്ക് ഒന്ന് കോപ്പി ചെയ്തിടാനായിട്ട് പോവാണ്. കോപ്പി ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മളുടെ വിൻഡോസ് C എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിലേക്ക് പോകണം. ഇവിടെ നിങ്ങൾക്ക് Blackmagic Design, അതിൽ DaVinci Resolve, ഇവിടെ ഈ ഒരു ഫയൽ ലൊക്കേഷനിൽ നിങ്ങൾ എന്താക്കണം, ഈ റിസോൾവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ ഒന്ന് റീപ്ലേസ് ചെയ്തിടണം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ റിസോൾവ് എന്ന് മാത്രമാണ് ആപ്ലിക്കേഷൻ നെയിമായിട്ട് കാണുന്നുള്ളൂ. നിങ്ങളിത് ഇതിന് പകരം DaVinci Resolve എന്നായിരിക്കും. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ മാറ്റണം. ഡിലീറ്റ് ചെയ്താലല്ല കളയേണ്ടത്, റീപ്ലേസ് ആണ് ചെയ്യേണ്ടത്. സോ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഡ്രാഗ് ചെയ്താൽ മാത്രം മതിയാവും. തുടർന്ന് അഡ്മിനിസ്ട്രേഷൻ പെർമിഷൻസും അതേപോലെ റീപ്ലേസ് പെർമിഷനും ചോദിക്കും. അതെല്ലാം അക്സെപ്റ്റ് ചെയ്തതോടുകൂടി ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് പറഞ്ഞത് ഏകദേശം 433 MB ആട്ടോ. ഓക്കെ, എനിവേ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിയുമ്പോൾ തന്നെ ഒരു ഷോർട്ട് കട്ട് കാണാം. ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ തുറക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും കഴിയുന്നതാണ് ഗൈസ്. സോ ഞാനിവിടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ട് ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ DaVinci Resolve Studio 17 ലോഡിങ് ഡയലൈറ്റ് എഞ്ചിനോ ഫാർലൈറ്റ് എഞ്ചിനോ എന്തൊക്കെയോ പറഞ്ഞ് ഇവിടെ ഒരുപാട് എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർക്കാവണം. ഇതെന്താ പ്ലെയിൻ ആണോ? ഓക്കെ, എന്തായാലും ഇതൊക്കെ ഇങ്ങനെ വർക്ക് വന്നിട്ട് വർക്കായി കഴിഞ്ഞതിന് ശേഷം കാണാം. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, ടുണ്ടും ടുണ്ടും. ഓക്കെ, അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ കാണാം. ന്യൂ പ്രോജക്റ്റ് അൺടൈറ്റിൽഡ് ഇതിലൊക്കെ. സോ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്യുന്നില്ല, കാരണം എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കട്ടോ. സോ എനിവേ, വണ്ടർഷെയർ ഫിൽമോറയുടെയും വീഡിയോസ് ഉണ്ട്. വണ്ടർഷെയർ ഫിൽമോറ ഒരിക്കലും ക്രാക്ക് അല്ല, അതൊരു ആക്ടിവേഷൻ മെത്തേഡാണ്. ആ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ മേലെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ റീപ്ലേസ് വെച്ച് എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ്. സോ നോർമലി ആപ്ലിക്കേഷനിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് നോർമലി ആപ്ലിക്കേഷനിൽ നമ്മൾ എന്തായാലും എൻ്ററിങ് ചെയ്യണം. അതായത് ആക്ടിവേഷൻ കീ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റത്തുള്ളൂ നോർമലി ബേസിൽ. പക്ഷേ ഈ ആപ്ലിക്കേഷൻ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. അതായത് ആ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ ഒഴിവാക്കി, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ ബൈപ്പാസ്. അത്രേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ്റെ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഞാൻ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സെക്യൂരിറ്റി വെറും പുല്ല് വരെയാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഭയം ഉണ്ടാകും, ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടെന്നുള്ള സംശയം ഉണ്ടാവും. സോ ഐ തിങ്ക് ഇതൊന്ന് പ്രൂവ് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. സോ ലെറ്റ്സ് പ്രൂവ് ഇറ്റ്.
സോ ഞാൻ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ മാത്രമായിട്ട് സ്കാൻ ചെയ്യുന്ന ഒരുപാട് സൈറ്റുകൾ നോക്കി, ഒന്നും തന്നെ വർക്കിംഗ് അല്ല, മണിക്കൂറുകൾ ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സൈറ്റുകൾ ഞാൻ കയറി ഇറങ്ങി. പക്ഷേ അവസാനം ഞാൻ ഇത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വിൻഡോസ് സെക്യൂരിറ്റിയും അവാസ് സെക്യൂരിറ്റിയും വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്നെയും വിശ്വസിക്കാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഐ തിങ്ക് DaVinci Resolve ഒരു അടിപൊളി എഡിറ്റർ തന്നെയാണ്. സോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ഷെബിൻ സൈനിങ് ഔട്ട്. ബൈ.